ഹലോ എവരി വൺ. കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ശീലമാണ് വൈകുന്നേരം ഇങ്ങനെ ഞാൻ കാത്തിരിക്കും. വർക്ക് കഴിഞ്ഞ് സൈൻ ഓഫ് ചെയ്യുക, ലാപ്ടോപ്പ് അടയ്ക്കുക, കുളിച്ച് ഫ്രഷ് ആവുക, നേരെ എൻ്റെ ഫ്ലാറ്റിനടുത്തുള്ള അമ്പലത്തിലേക്ക് ഒരു പോക്കാണ് കേട്ടോ. ആക്ച്വലി ട്രിവാൻഡ്രം ജില്ലയുടെ ഒരറ്റത്തുനിന്ന് ഏകദേശം ഭാഗത്തേക്ക് മാറി ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച സമയത്ത് ഇത്രയും പോസിറ്റീവ് ഓറയ്ക്കുള്ളിൽ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്കൊരുപാട് ഭാഗ്യമുണ്ട് ഇത്രയും വലിയൊരു പോസിറ്റിവിറ്റി എനിക്ക് എൻ്റെ കരയിൽ ഒരു കര ദൈവം കാവലായിട്ട് ഉള്ളതിന്. അപ്പോൾ ആ അമ്പലത്തിൽ ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുവാണ്. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് ഭജൻ ഒന്ന് കേൾക്കാം. ഈ ഭജൻ ഇങ്ങനെ നല്ല താളത്തിന് കേട്ടിരിക്കുമ്പോൾ വൈകുന്നേരം ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ഇത് പകൽ സമയത്തുള്ള ഭാഗവത പാരായണമാണ്. ഒത്തിരി ചടങ്ങുകളുണ്ട്. തൊട്ടിലാട്ടം അതിലൊന്നാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള നേർച്ചയാണ്. അങ്ങനെ ഉണ്ണിയൂട്ട്, പിന്നെ രുക്മിണി സ്വയംവരം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഇത് ഈ വർഷത്തെ രുക്മിണിയും കൃഷ്ണനുമാണ്. അവർ മേക്കപ്പൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ഒരു ഡ്രമാറ്റിക്കൽ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാവും ഹാളിൽ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഈ 7 ദിവസത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏടാണ്. അതായത് ഭഗവാൻ കൃഷ്ണനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള കുചേലൻ വരുവാത്രേ. അപ്പോൾ കുചേലൻ എന്ന് പറയുന്നത് ഇവർ 2 പേരും, ഭഗവാനും കുചേലനും, സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരുന്ന സമയത്ത് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഒരുമിച്ച്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുചേലൻ ദരിദ്രനായിപ്പോയി. ഭഗവാനാണെങ്കിലോ ദ്വാരകയുടെ രാജാവായിട്ട് രുക്മിണി സമേതനായിട്ട് സർവ്വ ഐശ്വര്യത്തോടും കൂടി ജീവിക്കുകയാണ്. അപ്പം ഭഗവാനെ കണ്ട് തൻ്റെ കഷ്ടങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട് കീണപേക്ഷിച്ച് എന്നാലും അല്പം ശങ്കയോടുകൂടി കുചേലൻ വരുന്ന ഒരേടാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ ആ കണ്ട ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുചേലൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഭഗവാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ച് തൻ്റെ അടുത്തേക്ക് തൻ്റെ ഇരിപ്പിടത്തിലേക്ക് ഇരുത്തി വേണ്ടുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്ത് ഭഗവാൻ ഭയങ്കര സ്നേഹത്തോടുകൂടി, പഴയ ആ സ്നേഹത്തോടുകൂടി തന്നെ ഭഗവാൻ കുചേലനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണിത് കേട്ടോ. നോക്കൂ ഭഗവാന്റെ പട്ട് വസ്ത്രം വെച്ചിട്ട് കുചേലൻ്റെ ആ ദഗ്നമായ പാദങ്ങളൊക്കെ തഴുകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്തോ നമ്മുടെ സ്ഥാനമോ പൊസിഷനോ ഒന്നും ഭഗവാനൊരു പ്രശ്നമല്ല. നമ്മൾ സെൽഫ്ലെസ്സായിട്ട് ഒരു സ്നേഹം ഭഗവാന് കൊടുക്കുകയാണെങ്കിൽ, സെൽഫ്ലെസ്സായിട്ടുള്ളൊരു ഭക്തിയോടുകൂടി ഭഗവാനെ നമ്മൾ കാണുവാണെങ്കിൽ, വിളിക്കുവാണെങ്കിൽ ഭഗവാൻ ഉണ്ടാവും നമ്മുടെ ഒപ്പം നമ്മളെ സ്നേഹിക്കാൻ എന്നുള്ളൊരു മെസ്സേജ് കൂടി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുചേലൻ പഴയ കാര്യങ്ങളൊക്കെ നമ്മളായാലും ഫ്രണ്ട്സിനെ കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയില്ലേ, അതുപോലെ 2 പേരും സംസാരിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുചേലൻ കൊണ്ടുവരുന്നത് അവലാണ്. വളരെ അരി വറുത്ത അവലാണ്. അതേ ഉള്ളൂ കുചേലൻ്റെ അല്ലേ. കുചേലൻ ഭയങ്കര പാപ്പരാണ്. അപ്പം ഇത്രയും ആഡംബരത്തിൽ കഴിക്കാൻ ഭഗവാന് എന്ത് വേണമെങ്കിലും കിട്ടും. സ്വർണ്ണതുല്യമായ കൊട്ടാരത്തിലാണ് ഭഗവാൻ താമസിക്കുന്നത്. അപ്പോൾ കുചേലൻ കൊണ്ടുവരുന്ന കുചേലൻ ഒന്നും മടിച്ചാണ് ഭഗവാന് കൊടുക്കുന്നത്. ഭഗവാനാണെങ്കിലോ ഒത്തിരി സന്തോഷത്തോടെ ആസ്വദിച്ച് ആ കുചേലൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് കൊടുത്താലും അത് ആത്മാർത്ഥതയോടുകൂടി അൾട്ടിമേറ്റ് ഭക്തിയോടെ കൊടുത്താൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. എങ്ങനെ അനുഗ്രഹിക്കും? കുചേലനെ അനുഗ്രഹിച്ചത് എങ്ങനെയാ? ഇമ്മൻസ് ആയിട്ടുള്ള വെൽത്തും പ്രോസ്പെരിറ്റിയും കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിച്ചു. അതുപോലെ നമ്മുടെ ആവശ്യം എന്താണോ, നമുക്ക് എന്താണോ വേണ്ടത്, അത് കേൾക്കാൻ ഭഗവാൻ ഉണ്ടാവും എന്ന് അനുസ്മരിപ്പിക്കുന്ന ഒരു ഏടാണ്. ഭഗവാൻ ഇങ്ങനെ കഴിക്കുന്തോറും വെൽത്ത് ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ്. ആർക്ക്? കുചേലന്. അവസാനം രുക്മിണി പറയും, മതി, ഒരുപാട് വെൽത്ത് കൊടുത്ത് കുചേലൻ ഇനി സ്പോയിലാക്കണ്ട എന്ന് പറഞ്ഞിട്ട് രുക്മിണി ഒന്ന് തടയും. ഇല്ലായിരുന്നെങ്കിൽ ഭഗവാൻ കൊടുക്കുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കില്ല, കൊടുത്തോണ്ടേയിരുന്നാനെ. അപ്പം അത് അനുസ്മരിപ്പിക്കുന്ന ഒരു ഏടാണ് എനിക്ക് കാണാൻ ഭാഗ്യം ഉണ്ടായത് കേട്ടോ. ആക്ച്വലി ഞാൻ ലീവ് എടുത്തിരുന്നിട്ടാണ് ഇത് കണ്ടത്. ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് അത് ഭയങ്കര വർത്തായി.
ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. എനിക്ക് തോന്നിയ മനുഷ്യന്മാരാണ് ഇവിടെ അവതരിപ്പിക്കുന്നതെങ്കിലും നമുക്കപ്പോൾ കണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നില്ല, ഒരു മൂവി കാണുന്നത് പോലെ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നി എന്നെനിക്ക് ഇങ്ങനെയുള്ള വിഷ്വൽസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതിന് ശേഷം ഉച്ചയ്ക്കൊരു സദ്യയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ കുറച്ച് ചോറ്, ആ രസവും സാമ്പാറും ഒഴിച്ചാൽ കുറച്ച് ചോറ് ഏതൊരു വലിയ സദ്യയെക്കാട്ടിയും രുചിയോടുകൂടി കഴിച്ച് മടങ്ങിയ ഒരു ദിവസമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്തത്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.